വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചും സ്റ്റാക്കിനകത്ത് വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ സ്റ്റാക്ക് പോലെ തന്നെയുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ക്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചും ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിൽ എങ്ങനെയാണ് വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യൂ എന്ന് പറയുന്നത് ഇസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ഫിഫോ പ്രിൻസിപ്പിൾ. ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്ന് പറയുന്നത്. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതായിരുന്നു അല്ലേ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആയിരുന്നു സ്റ്റാക്ക് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിപ്പോൾ നോക്കുന്ന ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഫിഫോ മീൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നോക്കിയേ, ആ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് ഒരു ക്യൂ ആണ് അല്ലേ. നമ്മുടെ വോട്ടിംഗ് സ്റ്റേഷന് മുന്നിലുള്ള ഒരു ക്യൂ ആണ് നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ആദ്യം വന്ന് നിൽക്കുന്ന ആളിന് ആദ്യം വോട്ട് ചെയ്ത് പുറത്തു പോകാം അല്ലേ. പുതുതായി വരുന്ന ഒരാൾ എവിടെ നിൽക്കണം? ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കണം. അപ്പോൾ ഇൻ മെനി സിറ്റുവേഷൻസ് വി മൈറ്റ് ഹാവ് ബിക്കം പാർട്ട് ഓഫ് എ ക്യൂ. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദ ക്യൂ വിൽ കം ഔട്ട് ഫസ്റ്റ് ഫ്രം ദ ക്യൂ. എ ന്യൂ പേഴ്സൺ ക്യാൻ ജോയിൻ ദ ക്യൂ അറ്റ് ദ റയർ പൊസിഷൻ. അപ്പോൾ ഇതിനൊരു രണ്ട് എൻഡുണ്ട്, ഒരു ഫസ്റ്റ് പൊസിഷനും ഉണ്ട്, ഒരു റയർ പൊസിഷനും ഉണ്ട് അല്ലേ. ഒരു ഫസ്റ്റ് പൊസിഷനുണ്ട്, അതായത് ഫ്രണ്ടും ഉണ്ട് റയറുമുണ്ട്. എവിടെ നിന്ന് ആൾ പുറത്തേക്ക് പോകുന്നത്? ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് ആദ്യം വരുന്ന ആളായിരിക്കുമല്ലോ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പുതുതായി ജോയിൻ ചെയ്യുമ്പോൾ ആ ആൾ എവിടെയായിരിക്കണം ജോയിൻ ചെയ്യേണ്ടത്? ഇസ് ജോയിൻ ഇൻ ദ റയർ പൊസിഷൻ ഓഫ് ദ ക്യൂ. അപ്പം നമ്മുടെ ക്യൂവിൻ്റെ റയർ പൊസിഷനിലായിരിക്കും പുതുതായി ഒരാൾ ജോയിൻ ചെയ്യുന്നത്. പുറത്തേക്ക് പോകുന്നത് എവിടെ നിന്നായിരിക്കും? ആ ഫ്രണ്ട് പൊസിഷനിൽ നിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഫിഫോ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനർ എന്നാണ്. അപ്പോൾ നമ്മുടെ ക്യൂ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇതാണ്. ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം വന്നിരിക്കുന്ന ആൾ ആദ്യം പുറത്തേക്ക് പോകും. അപ്പോൾ പുറത്തേക്ക് പോകുന്നത് എപ്പോഴും ഏത് എൻഡിൽ നിന്നായിരിക്കും? ഫ്രണ്ട് എൻഡിൽ നിന്നായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഒരാൾ പുതുതായി ജോയിൻ ചെയ്യുമ്പോൾ ആ ആൾ എവിടെയായിരിക്കും വരുന്നത്? അതിൻ്റെ റയർ പൊസിഷനിലായിരിക്കും. ഈ പ്രിൻസിപ്പിളിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിന് രണ്ട് എൻഡ് പോയിന്റുകൾ ഉണ്ടാകും, ഒരു ഫ്രണ്ടും ഒരു റയറും. അതിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രണ്ട് ആൻഡ് റയർ എന്നാണ്. പുതുതായി ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ ഐറ്റം ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് പൊസിഷനിലായിരിക്കും? റയർ പൊസിഷനിലും. ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ ഐറ്റം ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഫ്രണ്ട് പൊസിഷനിൽ നിന്നുമായിരിക്കും. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിന് രണ്ട് എൻഡ് പോയിൻറ്റുകളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റാക്കിനായിരുന്നപ്പോഴോ ഒറ്റ എൻഡ് പോയിൻ്റേ ഉള്ളായിരുന്നല്ലേ. അതാണ് ടോപ്പ് എന്ന് പറയുന്നത്. ഇൻസേർട്ട് ചെയ്യുന്നതും എവിടെയാണ്? ടോപ്പിലാണ്. ഡിലീറ്റ് ചെയ്യുന്നതും എവിടെയാണ്? ടോപ്പിലാണ് അല്ലേ. കാരണം നമുക്ക് ടോപ്പിൽ നിന്ന് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്.
അവസാനം വരുന്നത് ആദ്യം പുറത്തു പോകുന്നത് അതുകൊണ്ടാണ്, മുകളിൽ നിന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. എന്നാൽ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിന് 2 എൻഡ് പോയിന്റുകൾ ഉണ്ടാകും. ആ എൻഡ് പോയിന്റുകളെ വിളിക്കുന്നത് എന്തൊക്കെയാണ്? ഫ്രണ്ട് എന്നും റെയർ എന്നും. അപ്പോൾ ഒരു പുതുതായി ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ ഐറ്റം ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ റെയർ പൊസിഷനിലും ഒരു എലമെൻറ്റ് ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഫ്രണ്ട് പൊസിഷനിൽ നിന്നും ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഒരു ക്യൂ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ക്യൂ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ ക്യൂ സാധാരണഗതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അറേ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ക്യൂ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അറേയുടെ സൈസിനതിൻ്റെ അനുസരിച്ച് മാത്രമല്ലേ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ക്യൂവിന് നമ്മളിവിടെ അറേ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ക്യൂവിന് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന എലമെൻറ്റുകളുടെ എണ്ണത്തിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ സൈസ് ഓഫ് ദ ക്യൂ, അല്ലേ? ആ ക്യൂവിൻ്റെ സൈസ്, അതായത് ആ ക്യൂ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അറേ ഏതാണോ ആ അറേയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കി, ആ ഫിഗറിൽ നോക്കിയാൽ ഇവിടെ ഒരു ക്യൂ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അറേ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ക്യൂ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ അറേയുടെ സൈസ് എത്രയാ? 10 ആണ്, അല്ലേ? അപ്പോൾ ഈ ക്യൂവിനകത്ത് മാക്സിമം 10 എലമെൻറ്റ്സ് വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതായത് 10 എലമെൻറ്റുകൾക്ക് മാത്രമേ ഈ ക്യൂവിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 10 ആണ്. അതാണ് ക്യൂവിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഏതിൻ്റെ സൈസ്? ആ ക്യൂ ഏത് അറേ വെച്ചാണോ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ആ അറേയുടെ സൈസ്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ക്യൂ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് 10 സൈസുള്ള ഒരു അറേ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിന് മാക്സിമം 10 എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ഇനി ഇപ്പോൾ ഇതിനകത്ത് 25, 16, 38, 9, 65 എന്ന് പറയുന്ന 5 ഡേറ്റ ഐറ്റംസ് ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഇനി ഇപ്പോൾ ഈ ഇരിക്കുന്ന എലമെൻറ്റുകളിൽ ആദ്യം ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റുകളും അവസാനം ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റും ഏതാണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇവിടെ ആദ്യം ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ് 25 ആണ്. അപ്പോൾ ആദ്യം 25 അല്ലേ പുറത്തു പോകേണ്ടത്. അപ്പോൾ ആ 25 ഇരിക്കുന്ന പൊസിഷൻ, അതായത് 0 എന്ന് പറയുന്ന പൊസിഷൻ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്രണ്ട് എന്ന് വിളിക്കും. ഇനി പുതുതായി ഇപ്പം ലാസ്റ്റ് വന്ന ആളാരാ? 65 ആണ്. ആ 65 ഇരിക്കുന്ന പൊസിഷനെ നമ്മൾ വിളിക്കുന്നത് റെയർ പൊസിഷൻ എന്നാണ്. അപ്പം ഈ ക്യൂ എന്ന് പറയുന്ന ഈ അറയുടെ ഇവിടെ ഫ്രണ്ട്, ഇപ്പം നമ്മൾ ഫിഗറിൽ കാണുന്ന ക്യൂവിൻ്റെ ഫ്രണ്ട് 0ഉം റെയർ 4ഉമാണ്. അതായത് ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ക്യൂ ഈസ് ആൾവേസ് റെഫേർഡ് ടു ബൈ ക്യൂ ഓഫ് ഫ്രണ്ട്. ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 25 ആയിരുന്നുകൊണ്ട് ക്യൂ ഓഫ് ഫ്രണ്ട് എത്രയാ? 25. ഓക്കെ. ഇനി ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാ? 65. അത് ക്യൂ ഓഫ് റെയർ. അപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറയുന്നത് അറേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അറേയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ക്യൂവിനകത്ത് എത്ര എലമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ പറയുന്നത്. ആ ക്യൂവിൻ്റെ ആദ്യത്തെ എലമെൻറ്റിനെ നമ്മൾ എപ്പോഴും ക്യൂ ഓഫ് ഫ്രണ്ട് എന്നും ലാസ്റ്റ് എലമെൻറ്റിനെ എപ്പോഴും ക്യൂ ഓഫ് റെയർ എന്നും വിളിക്കും. അപ്പോൾ നമ്മൾ ക്യൂ ഒരു അറേ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. ആ അറേ ഉപയോഗിച്ചുകൊണ്ട് ആ ക്യൂ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആ അറയ്ക്കകത്ത് ഒരു എലമെൻറ്റ് പോലും ഇല്ലയെന്ന് കൺസിഡർ ചെയ്യുക. ആ സമയത്ത് ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ -1 ആയിരിക്കും. നമ്മൾ സ്റ്റാക്കിൽ ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിൻ്റെ വാല്യൂ -1 എന്നെടുത്തില്ലേ? അതേപോലെ ക്യൂവിനകത്ത് ഒരു എലമെൻറ്റ് പോലും ഇല്ല എങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൻ്റെ വാല്യൂവും റെയറിൻ്റെ വാല്യൂവും നമ്മൾ എന്തെന്നെടുക്കും? -1 എന്നെടുക്കും. അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്യൂ ഈസ് എംപ്റ്റി.
ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ -1 ആണ് എങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ക്യൂ എന്താണ്? എംപ്റ്റി ആണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുമ്പോൾ ഫ്രണ്ടും 0 ആകും, റെയറും 0 ആകും. അപ്പം നമ്മൾ ക്യൂവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഫ്രണ്ട് എന്നും റെയർ എന്നും പറയുന്ന ഓരോ പൊസിഷൻസ് ഉണ്ട്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പൊസിഷനെ ഫ്രണ്ട് എന്നും ലാസ്റ്റ് എലമെൻറ്റിൻ്റെ പൊസിഷനെ റെയർ എന്നും നമ്മൾ വിളിക്കും. ക്യൂ തുടങ്ങുന്ന സമയത്ത്, ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, അതായത് അതിനകത്ത് ഇപ്പോൾ ഒരു എലമെൻറ്റും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ക്യൂവിലെ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ -1 ആണ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്യൂ ഈസ് എംപ്റ്റി. എന്നിട്ട് ആദ്യത്തെ എലമെൻ്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ 0യിലേക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ക്യൂ എംപ്റ്റി ആയിരിക്കുമ്പോൾ ഫ്രണ്ട് -1 ആയിരിക്കും, റെയറും -1 ആയിരിക്കും. ആദ്യത്തെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ എന്തിലേക്ക് മാറും? 0 എന്ന് പറയുന്ന ഇതിലേക്ക് മാറും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ എന്തായി മാറും? 0 എന്നായി മാറും. അത് കഴിയുമ്പോൾ thereafter whenever an element is inserted the value of rear will be incremented by 1. അപ്പം നമ്മൾ ഒരു എലമെൻറ്റ് വന്നു, അടുത്തൊരു എലമെൻറ്റ് വരുമ്പോൾ റെയർ അങ്ങോട്ട് മാറും അല്ലേ? അടുത്തൊരു എലമെൻറ്റ് വീണ്ടും വരുമ്പം റെയർ വീണ്ടും അങ്ങോട്ട് മാറി പോകും. അതാണ് നമ്മൾ പറഞ്ഞത് whenever an element is inserted the value of rear will be incremented by 1. അത് എവിടം വരെ പോകും? എവിടം വരെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നത്? ആ അറയുടെ സൈസ് വരെ പോകത്തുള്ളൂ അല്ലേ? അപ്പോൾ സൈസ് 10 ആണെങ്കിൽ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ് 9 ആയിരിക്കും. സൈസ് 15 ആണെങ്കിൽ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ് 14 ആയിരിക്കും. അപ്പോൾ അത് എവിടം വരെ പോകും? റെയറിൻ്റെ വാല്യൂ ആ അറയുടെ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എത്തുന്നത് വരെ പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പം രണ്ടും 0 ആക്കുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നീട് വീണ്ടും എലമെൻറ്റുകൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇതെന്ത് ചെയ്യും? 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെവിടം വരെ ചെയ്യും? ഇൻക്രിമെൻ്റ് ചെയ്ത് അൻറ്റിൽ ഇറ്റ് റീച്ചസ് ദ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. ആ അറയുടെ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എത്തുന്നത് വരെ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം എംപ്റ്റി ആയിരിക്കുമ്പം രണ്ടും -1. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പം ഈ -1 ആയിരുന്ന രണ്ടും 0 ആയി മാറും. വീണ്ടും നമ്മൾ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ റെയർ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും 1 വെച്ച്. എവിടം വരെ ഇൻക്രിമെൻ്റ് ചെയ്യും? നമ്മുടെ അറയുടെ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആകുന്നത് വരെ ഇൻക്രിമെൻ്റ് ചെയ്യും. അതേപോലെ ഓരോ തവണ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് കൂടി പോകും. ഇപ്പം 0യിൽ ഇരിക്കുന്ന എലമെൻറ്റ് ഡിലീറ്റ് ചെയ്താൽ അടുത്ത ഫ്രണ്ട് എത്രയാവും? 1 ആവും. അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അടുത്ത ഫ്രണ്ട് എത്രയാവും? 2 ആവും. അങ്ങനെ അത് ഇൻക്രിമെൻ്റ് ചെയ്ത് എവിടം വരെ പോവും? എവിടെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇത് ഈ റെയറിനെ ക്രോസ് ചെയ്തങ്ങ് പോകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, 3 എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് വെച്ച് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 0യും റെയറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2ഉം ആയിരിക്കും അല്ലേ? ഒരു എലമെൻ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഫ്രണ്ട് 1 ആവും. ഒരു എലമെൻറ്റും കൂടെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഫ്രണ്ട് 2 ആവും. ഒരു എലമെൻറ്റും കൂടെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഫ്രണ്ട് 3 ആവും. അവിടം വരെയല്ലേ പോകത്തുള്ളൂ, പിന്നെ ഡിലീറ്റ് ചെയ്യാൻ എലമെൻ്റ് ഉണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് ഫ്രണ്ടിൻ്റെ വാല്യൂ റെയറിൻ്റെ വാല്യൂവിനെ ക്രോസ് ചെയ്യുന്നത് വരെ. അപ്പോൾ അൻറ്റിൽ ഇറ്റ് ക്രോസസ് ദ വാല്യൂ ഓഫ് റെയർ. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ആദ്യം രണ്ടും -1 ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ
ഫ്രണ്ടിൻ്റെ വാല്യൂവും 0 ആകും, റെയറിൻ്റെ വാല്യൂവും 0 ആകും. ഇനി ഓരോ എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും റെയർ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും. എവിടം വരെ? അത് റീച്ചസ് ദ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. അതിൻ്റെ ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എത്തുന്നത് വരെ പോകും. അതേപോലെ ഓരോ ഡിലീഷനിലും എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 1 വച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. അതെവിടം വരെ ഇൻക്രിമെൻ്റ് ചെയ്യും? അൺടിൽ ഇറ്റ് ക്രോസസ് ദ വാല്യൂ ഓഫ് ദ റെയർ. ആ റെയറിൻ്റെ വാല്യൂ ക്രോസ് ചെയ്യുന്നത് വരെ അതെന്ത് ചെയ്യും? 1 വച്ച് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി ക്യൂവിനകത്തുള്ള ഓപ്പറേഷൻസിനെ കുറിച്ച് നോക്കണം. ക്യൂവിനകത്തുള്ള ഓപ്പറേഷനുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലേ? ആസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാക്സ് ദർ ആർ സം റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഇൻസർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് ഓൺ ക്യൂ. ഇൻ ആൻ ഓർഡിനറി അറേ, insertion and deletion operations are performed at any position, and in stacks these operations performed only at the top position. അപ്പോൾ നമ്മൾ പറഞ്ഞു അറേ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെങ്കിലും അറയിൽ നമ്മൾ സാധാരണഗതിയിലുള്ള അറയിലാണെങ്കിൽ നമുക്ക് എവിടെ വേണോ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാം, എവിടെ നിന്ന് വേണോ ഡിലീറ്റും ചെയ്യാം. ചെയ്തൂടെ? ഒരു ഓർഡിനറി അറേ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് എങ്കിൽ നമുക്ക് ആൻ എലമെൻറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഓർ ഡിലീറ്റഡ് ഫ്രം എനി പൊസിഷൻ. ഏത് പൊസിഷനിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടഡ് ദ എലമെൻറ്റ് അറ്റ് എനി പൊസിഷൻ ആൻഡ് ഡിലീറ്റഡ് ദ എലമെൻറ്റ് ഫ്രം എനി പൊസിഷൻ. ഓക്കെ. സ്റ്റാക്കിലാണെങ്കിലോ, സ്റ്റാക്കിൽ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും എവിടെ നടക്കുള്ളൂ? അതിൻ്റെ ടോപ്പിലേ നടക്കുള്ളൂ. ക്യൂവിൻ്റെ കേസ് വരുമ്പോൾ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ operations are done at different endpoints. ക്യൂവിൻ്റെ ഇൻസർഷൻ ഓപ്പറേഷൻ നടക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും? അതിൻ്റെ റെയർ പൊസിഷനിലായിരിക്കും. ഡിലീഷൻ ഓപ്പറേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? അതിൻ്റെ ഫ്രണ്ട് പൊസിഷനിലായിരിക്കും. അപ്പോൾ ഇതാണ് ക്യൂവിനകത്തുള്ള ഓപ്പറേഷൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു അറേ ആയിരുന്നു എങ്കിൽ നമുക്ക് എലമെൻറ്റുകളെ ഏത് പൊസിഷനിലേക്കും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഏത് പൊസിഷനിൽ നിന്നും എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റും. സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിൻ്റെ കേസിലാകുമ്പോൾ ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ കഴിയുന്നത് ടോപ്പ് എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ്. അതായത് ടോപ്പിലേക്ക് മാത്രമേ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ, ടോപ്പിൽ നിന്ന് മാത്രമേ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ. ക്യൂ എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിൻ്റെ കേസിലാകുമ്പോൾ ഇത് രണ്ടും രണ്ട് എൻഡിലാണ് ചെയ്യുന്നത്. ഇൻസർഷൻ എവിടെ നടക്കുള്ളൂ? റെയറിലേ നടക്കുള്ളൂ. ഡിലീഷൻ എവിടെ നടക്കുള്ളൂ? ഫ്രണ്ട് എൻഡിലേ നടക്കുള്ളൂ. ഇതാണ് ക്യൂവിനകത്തുള്ള ഓപ്പറേഷൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇൻസർഷൻ ഓപ്പറേഷനെ കുറിച്ച് നോക്കാം. ഇൻസർഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആഡിങ് എ ന്യൂ ഐറ്റം ഇൻ ടു എ ക്യൂ അറ്റ് ദ റെയർ എൻഡ്. ഒരു ക്യൂവിൻ്റെ റെയർ എൻഡിലേക്ക് പുതുതായി ഒരു ഐറ്റത്തിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസർഷൻ ക്യൂവിൻ്റെ കേസിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുന്നത്. ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വയ്ക്കും, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് റെയർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ആ റെയറിലോട്ട് എന്ത് ചെയ്യും? നമ്മുടെ വാല്യൂവിനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അത് നമ്മൾ അൽഗോരിതം പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഇൻസർഷൻ ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ ഇൻസർഷൻ ഓപ്പറേഷൻ? ഒരു പുതിയ ഐറ്റത്തിനെ, ഒരു പുതിയ എലമെൻറ്റിനെ നമ്മുടെ ക്യൂവിൻ്റെ റെയർ എൻഡിലേക്ക് ഈ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസർഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഇൻസർഷൻ? Insertion is the process of adding a new item or new element at the rear end of the queue. നമ്മുടെ ക്യൂവിൻ്റെ റെയർ എൻഡിലേക്ക് ഒരു പുതിയ എലമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഡേറ്റ ഐറ്റത്തിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്
ഇൻസർഷൻ. അപ്പോൾ ഇൻസർഷനിൽ എന്തൊക്കെ നടക്കും? ക്യൂവിൻ്റെ ഇൻസേർട്ട് ചെയ്യേണ്ട വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം റീഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും റയർ ഒന്ന് കൂടുമെന്ന് പറഞ്ഞില്ലേ? അപ്പം എന്നിട്ട് റയറിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. ആ ക്യൂവിൻ്റെ റയർ പൊസിഷനിലോട്ട് നമ്മുടെ എലമെൻറ്റിനെ എടുത്ത് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ വേറെ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരും. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കണം. അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ചില കണ്ടീഷനുകളും കൂടെ നമ്മൾ നോക്കുന്നല്ലേ. അത്തരത്തിൽ ഒരു ക്യൂവിനകത്തേക്ക് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കണ്ടീഷനാണ് ക്യൂ ഓവർഫ്ലോ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഒരു എലമെൻറ്റ് ഒരു ക്യൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു കണ്ടീഷനാണ് ക്യൂ ഓവർഫ്ലോ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇൻസർഷൻ ഓപ്പറേഷൻ ഇൻ ആൻ empty queue, the value of both front and rear are incremented, that is they are set to 0. അതിൽ സംശയമില്ലല്ലോ. ക്യൂ empty ആയിരിക്കുമ്പോൾ രണ്ടിൻ്റെയും വാല്യൂ -1 ആണെന്ന് നമുക്കറിയാം. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ക്യൂവിൻ്റെ ഫ്രണ്ടും റയറും എന്താകും? 0 ആകും. അത് കഴിയുമ്പോഴോ ഓരോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും എന്ത് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും? റയർ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെവിടം വരെ പോകും നമ്മൾ പറഞ്ഞു? നമ്മുടെ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഓഫ് ദ അറേ വരെ പോകും. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് നമ്മളൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് വരെ എത്തിയെന്ന് വിചാരിക്കുക. ഇനി വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ആ അറ്റംപ്റ്റ് അവിടെ സക്സസ് ആവുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ക്യൂന് ഇനി ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തും. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് ക്യൂ ഓവർഫ്ലോ അല്ലെങ്കിൽ ക്യൂ ഫുൾ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ആദ്യം ഒരു എലമെൻറ്റും ഇല്ലാതിരിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ -1 ആയിരുന്നു. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രണ്ടും റയറും 0 ആകും. ഇനി ഓരോ എലമെൻറ്റുകളും ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റയർ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റയർ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇൻക്രിമെൻ്റ് ചെയ്ത് എവിടം വരെ പോകും? നമ്മുടെ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഓഫ് ദ അറേ വരെ പോകും. അപ്പോൾ ഈ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻസർഷൻ പോസിബിൾ അല്ല. കാരണം ഇനി വേക്കൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ഇല്ല. അപ്പോൾ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്യൂ ഓവർഫ്ലോ അല്ലെങ്കിൽ എന്തെന്ന്? ക്യൂ ഫുൾ. അപ്പോൾ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോകുമ്പോൾ ക്യൂ ഫുള്ളാണെങ്കിൽ പിന്നെ ഇൻസർഷൻ നടക്കൂ? ഇല്ല. അപ്പോൾ ഈ കണ്ടീഷനും നമ്മൾ ഇൻസർഷൻ സമയത്ത് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ക്യൂവിനകത്തേക്ക് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു അൽഗോരിതം ഉണ്ടാക്കാൻ പോവുകയാണ്. അൽഗോരിതം ടു പെർഫോം ഇൻസർഷൻ ഓപ്പറേഷൻ ഇൻ എ ക്യൂ. അപ്പോൾ നമുക്ക് ഇൻസർഷൻ ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയേ. റയറിൻ്റെ വാല്യൂ -1 ആണോ എന്ന് നോക്കും. റയറിൻ്റെ വാല്യൂ -1 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യും. റയറിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ക്യൂവിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ക്യൂ empty ആണ്. സംശയമില്ലല്ലോ. അപ്പോൾ ആദ്യം റയർ -1 ആണോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റയർ ഈസ് ഈക്വൽ ടു 0 എന്നെടുത്ത്. കാരണം ഒരു എലമെൻറ്റ് പോകുമ്പോൾ രണ്ടും 0 എന്ന് എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ക്യൂവിൻ്റെ റയറിലോട്ട് നമുക്ക് പുതുതായി ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ എടുത്തങ്ങ് വയ്ക്കും. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ കഴിഞ്ഞു ഇല്ലേ? ഒരു എലമെൻറ്റും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യും? ഒരു എലമെൻറ്റും ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? റയറിൻ്റെ വാല്യൂ -1 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആണെങ്കിൽ ക്യൂ empty ആണെന്ന് നമുക്കറിയാം. അപ്പോഴെന്ത് ചെയ്യും? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റയർ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. എന്നിട്ട് ക്യൂവിൻ്റെ റയറിലോട്ട് നമ്മുടെ വാല്യൂ എടുത്ത് ഇൻസേർട്ട് ചെയ്യുക. ഇനി അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് രണ്ട് കണ്ടീഷനാണ്. ഒന്നുകിൽ ക്യൂ ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയോ നിൽക്കുകയാണ്.
അപ്പോൾ ഈ ഇടയ്ക്ക് എവിടെയോ നിൽക്കണമെന്ന് എങ്ങനെ അറിയാം? നമ്മുടെ റെയർ എവിടം വരെ പോകും? ഇപ്പം 5 എലമെൻ്റ് ഉള്ളതാണെങ്കിൽ 0, 1, 2, 3, 4 വരെ പോകും അല്ലേ? അപ്പോൾ റെയറിൻ്റെ വാല്യൂ 4 ആയിരുന്ന നമുക്കിനി എലമെൻ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല തന്നല്ലോ. അതായത് ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആകുന്നത് വരെ. അപ്പോൾ നമുക്ക് ഒരു എലമെൻ്റെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് എവിടം വരെയാ? 3 ആകുന്നത് വരെയാണല്ലേ. അതായത് 5 ആണ് സൈസെങ്കിൽ 3 വരെ തന്നല്ലോ. അപ്പം 5 - 1 കുറവായിരിക്കുന്നത് വരെ എന്ന് നമുക്ക് പറയാം. 4 കുറവാണല്ലോ 3, അപ്പം 4 ആവാൻ പാടില്ല. അപ്പോൾ n-1 കുറവാണെങ്കിൽ ഇടയ്ക്ക് എവിടെയോ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എലമെൻറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും തന്നല്ലോ. അല്ലെങ്കിൽ ഓവർഫ്ലോ ആണ്. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത് അൽഗോരിതത്തിൽ ചെക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റെയറിൻ്റെ വാല്യൂ n-1 ആണോ എന്ന് നോക്കും. n-1 ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ തന്നെ നമ്മൾ റെയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിയിട്ട് ക്യൂവിൻ്റെ റെയറിലോട്ട് വാല്യൂ എടുത്ത് വയ്ക്കും. അതിൽ സംശയമില്ലല്ലോ. ഇനി ഇതും അല്ലെങ്കിൽ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്തെന്ന് പ്രിൻ്റ് ചെയ്യും? ക്യൂ ഓവർഫ്ലോ ആണെന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻസേർഷൻ അൽഗോരിതം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം 3 കണ്ടീഷനാണ് വരുന്നത്. ഒന്നുകിൽ ക്യൂ എം ടി ആയിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഫുള്ളായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എം ടി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? റെയറിൻ്റെ വാല്യൂ -1 ആണോ എന്ന് നോക്കിയാൽ മതി. ആണെങ്കിൽ ഫ്രണ്ടും റെയറും 0 എന്ന് എടുക്കുക, ക്യൂവിൻ്റെ റെയറിലോട്ട് നമ്മുടെ വാല്യൂ എടുത്ത് വയ്ക്കുക. ഇനി അതല്ല അതിൻ്റെ ഇടയ്ക്കാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? എവിടം വരെ പോകാം? n-1 കുറവായിരിക്കുന്നത് വരെ പോകാം. അപ്പം ചെക്ക് ചെയ്ത് നോക്കും, റെയർ n-1 ആണോ എന്ന്. ആണെങ്കിൽ റെയർ ഈസ് ഈക്വൾ, അതായത് n-1 ആണെങ്കിൽ നമുക്ക് ഇനി എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റെയർ ഈസ് ഈക്വൾ ടു റെയർ +1 എന്നെടുക്കും, ക്യൂവിൻ്റെ റെയറിലോട്ട് നമ്മുടെ വാല്യൂ എടുത്ത് വയ്ക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻസേർഷൻ നടക്കും. ഇനി അതും അല്ലെങ്കിലോ? എലമെൻറ്റ് ഇൻസേർഷൻ നോട്ട് പോസിബിൾ. കാരണം എന്താ? നമ്മുടെ ക്യൂ ഓവർഫ്ലോ ആണ്. നമ്മുടെ റെയറിൻ്റെ വാല്യൂ എവിടം വരെ എത്തി? n-1 വരെ എത്തി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ക്യൂ ഓവർഫ്ലോ ആണെന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പം നമ്മൾ ഈ 3 കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യം എം ടി ആണോ, അല്ലെ ഇടയ്ക്കാണോ, അല്ലെങ്കിൽ ഓവർഫ്ലോ. അപ്പോൾ 2 കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ ഓവർഫ്ലോ ആണെന്ന് പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇൻസേർഷൻ അൽഗോരിതം. അടുത്തായിട്ട് നമുക്ക് ഡിലീഷൻ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ റിമൂവൽ ഓഫ് ദ ഐറ്റം അറ്റ് ദ ഫ്രണ്ട് എൻഡ് എന്നാണ്. ക്യൂവിൻ്റെ ഫ്രണ്ട് എൻഡിലുള്ള ഒരു ഐറ്റത്തെ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിലീഷൻ. അപ്പോൾ ഡിലീഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യൂവിൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട് പൊസിഷനിലുള്ളതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു മെമ്മറി ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും വേരിയബിളിലോട്ട് മാറ്റി വയ്ക്കും. അവിടെ നിന്ന് എടുത്തെടുത്ത് അങ്ങ് മാറ്റി വയ്ക്കും. അതാണ് ചെയ്യുന്നത്. അല്ല നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വേറൊരു വേരിയബിളിലോട്ട് നമ്മുടെ എലമെൻറ്റിനെ റിട്രീവ് ചെയ്തങ്ങ് വയ്ക്കും. എന്നിട്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? ഇൻക്രിമെൻ്റ് ചെയ്ത് 1 ആക്കണം. 1 വച്ച് 1 ആക്കുകയല്ല, 1 വച്ച് ഇൻക്രിമെൻ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡിലുള്ള എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിലീഷൻ. റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിലീഷൻ. ഒരു ഫ്രണ്ട് എൻഡിലുള്ള ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ആ ഫ്രണ്ട് എൻഡിലുള്ള എലമെൻറ്റിനെ ഒരു വേരിയബിളിലോട്ട് മാറ്റി വെച്ചിട്ട് ആ വേരിയബിളിൻ്റെ വാല്യൂ എത്ര വെച്ചങ്ങ് ഇൻക്രിമെൻ്റ് ചെയ്യും? 1 ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഡിലീഷൻ ഓപ്പറേഷനകത്ത് നടക്കുന്നത്. നമ്മൾ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഇങ്ങനെ കൂടി വരുമെന്ന് പറഞ്ഞല്ലേ. ഇനി ഒരു എലമെൻറ്റ് മാത്രം അവശേഷിക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? ഇനി ഒരു എലമെൻറ്റും കൂടെ ഡിലീറ്റ് ചെയ്യാനുള്ളൂ എങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ -1 എന്നാക്കി മാറ്റും. കാരണം ക്യൂ എം ടി ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു എലമെൻറ്റ് മാത്രമേ ഡിലീറ്റ് ചെയ്യാനുള്ളൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ആ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ -1 എന്ന് സെറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? പോസിബിൾ ആണോ? ഇല്ല. അവിടെ ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം അതിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എലമെൻറ്റ് ഇല്ല. ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ക്യൂ അണ്ടർഫ്ലോ അല്ലെങ്കിൽ ക്യൂ എം ടി എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഇനി ഡിലീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അൽഗോരിതത്തെക്കുറിച്ച് നോക്കാം. നമ്മുടെ ഫ്രണ്ട് എപ്പോഴാണ് നമുക്ക് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു എലമെൻ്റ് അവിടെ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് ഇങ്ങനെ റെയറിനെ ക്രോസ് ചെയ്യുന്നത് വരെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് റെയറിനെ ക്രോസ് ചെയ്തോന്നും അറിയണം, ഫ്രണ്ട് ഓൾറെഡി ഉണ്ടോ എന്നും അറിയണം. -1 കൂടുതലും ആയിരിക്കണം, മറ്റേതിനെ ക്രോസ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടീഷൻ എഴുതും? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റെയർ ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ഫ്രണ്ട് -1 കൂടുതലാണോന്നും റെയറിനേക്കാളും ചെറുതോ ഈക്വലോ ആകുന്നതോ ആണെന്നും നോക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ഓഫ് ഫ്രണ്ട് അങ്ങ് എടുക്കും. അങ്ങനെ ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഈ ചെക്ക് ചെയ്ത കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം എന്താണെന്ന്, ഇപ്പം ക്യൂവിൽ ഇല്ല, അതായത് ക്യൂ എംപ്റ്റി ആണ് എന്ന് നമുക്ക് പറയാം. പറഞ്ഞ മനസ്സിലായ? അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ക്യൂ എംപ്റ്റി ആണെന്ന് പറഞ്ഞു. ഇനി വേറൊരു കണ്ടീഷൻ വരാം. ഇപ്പോൾ എലമെൻറ്റ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റെയർ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നു. ഇപ്പോൾ 2 3 വെച്ചോ. 3 വെച്ചാൽ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എന്താവും? 4 ആവും, അതായത് റെയറിനെ ക്രോസ് ചെയ്യും. അപ്പോൾ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റെയർ ആയോ എന്ന്. ആയെങ്കിൽ ഇനി എലമെൻ്റ് അതിനകത്ത് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ തന്നെ ഫ്രണ്ടും റെയറും -1 ആക്കി മാറ്റണം. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മുടെ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 റെയറിനേക്കാളും ചെറുതും ഈക്വലോ ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ഓഫ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു, നമുക്ക് ഫ്രണ്ട് അങ്ങോട്ട് പോയി. ഈ കണ്ടീഷൻ ശരിയായില്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ചും പറയാം ക്യൂ എന്ന് പറയുന്നത് അണ്ടർഫ്ലോ ആണെന്ന്. ഇനി ഇതല്ല എങ്കിൽ, ഇത് നമ്മളിപ്പോൾ ഈ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ക്യൂ അണ്ടർഫ്ലോ ആണെന്ന് പറഞ്ഞു. ഇനി ഒരു എലമെൻറ്റ് മാത്രം ഉള്ളപ്പം ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് റെയറിനെ ക്രോസ് ചെയ്ത് പോകും. അത് ചെക്ക് ചെയ്ത് നോക്കും ഫ്രണ്ട് റെയറിനെ ക്രോസ് ചെയ്തോന്ന് എങ്ങനെ അറിയാം? ഫ്രണ്ട് റെയറിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട് അങ്ങനെ ആണെങ്കിൽ ഫ്രണ്ടും റെയറും -1 എന്ന് എടുക്കും, കാരണം വീണ്ടും ക്യൂ എംപ്റ്റി ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ അൽഗോരിതം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ അൽഗോരിതം വെച്ചുകൊണ്ട് നമ്മൾ ക്യൂവിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാക്കിൽ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആ പ്രോഗ്രാമും കൂടെ നോക്കണം.